Radio Lime News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. ബ്രിട്ടനിലെങ്ങും പ്രക്ഷോഭ വിരുദ്ധ റാലികൾ. പ്രശ്നബാധിതയുള്ള 150 സ്ഥലങ്ങളിൽ പോലീസ് കാവൽ. ജാഗ്രത കൈവിടരുതെന്ന് പ്രധാനമന്ത്രി. ബ്രിട്ടന്റെ പല പട്ടണങ്ങളിലും ജനജീവിതം സാധാരണ നിലയിലേക്ക് തിരിച്ചു വന്നു. കുടിയേറ്റക്കാർക്കെതിരെ അക്രമം അഴിച്ചുവിട്ടഴിഞ്ഞാടിയ വംശീയവാദികൾക്കെതിരെ സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്തതും പോലീസ് സംയോജിതമായി ഇടപെട്ടതും സമാധാനാകാംക്ഷികളായ ജനങ്ങൾ അക്രമത്തിനെതിരെ സംഘടിച്ച് തെരുവിലിറങ്ങിയതും അക്രമങ്ങൾക്ക് അറുതി വരുത്തി. അക്രമികൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ തുടരണമെന്നും എല്ലാ സ്ഥലങ്ങളിലും അതീവ ജാഗ്രത തുടരണമെന്നും പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ നിർദ്ദേശിച്ചു. ഇന്നലെ വൈകിട്ട് ചേർന്ന അടിയന്തര കോബ്ര കമ്മിറ്റി യോഗത്തിനു ശേഷമാണ് ജാഗ്രത കൈവിടരുതെന്ന് പ്രധാനമന്ത്രി പോലീസിന് മുന്നറിയിപ്പ് നൽകിയത്. ഒരാഴ്ചക്കിടെ ഇത് 3-ാം തവണയാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ കോബ്ര കമ്മിറ്റി ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നത്. മണിക്കൂറുകൾക്കുള്ളിൽ അക്രമികൾക്ക് ജയിൽ ശിക്ഷ ഉറപ്പാക്കിയതും പ്രശ്നബാധിത പ്രദേശങ്ങളിൽ കൃത്യമായി പോലീസ് സേനയെ വിന്യസിച്ചതുമാണ് ബുധനാഴ്ച വംശീയവാദികൾ ആഹ്വാനം ചെയ്തിരുന്ന വ്യാപകമായ അക്രമം ഒഴിവാക്കുവാൻ സഹായിച്ചതെന്ന് പ്രധാനമന്ത്രി യോഗത്തിൽ വിശദീകരിച്ചു. സ്ത്രീകൾ ജാഗ്രത പാലിക്കണം. അക്രമ സ്വഭാവമുള്ള മാനസിക രോഗി ലണ്ടനിലെ കെയർ ഹോമിൽ നിന്നും രക്ഷപ്പെട്ടു. നോർത്ത് ലണ്ടനിലെ കെയർ ഹോമിൽ നിന്ന് രക്ഷപ്പെട്ട 44 വയസ്സുകാരനായ ബാലശങ്കർ നാരായണനെ കണ്ടെത്തുവാൻ സഹായം തേടി പോലീസ്. ഇയാൾക്കായി തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. മാനസിക രോഗിയായ ബാലശങ്കർ ഇതിനു മുമ്പ് 4 തവണയാണ് പരിചരണ കേന്ദ്രത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. സ്ത്രീകൾക്ക് അപകടകരമായ വ്യക്തിയായതിനാൽ പൊതുജനങ്ങളോട് ജാഗ്രത പാലിക്കുവാൻ പോലീസ് നിർദ്ദേശിച്ചു. ഓഗസ്റ്റ് 4 വൈകുന്നേരം 6:40 നോർത്ത് ലണ്ടനിലെ കെയർ ഹോമിൽ നിന്നാണ് ബാലശങ്കർ ജീവനക്കാരുടെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെടുന്നത്. ഇതിനു മുമ്പ് 2021-ലും 2023-ലും 2 തവണ വീതം അദ്ദേഹം പരിചരണ കേന്ദ്രത്തിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നു. ഓരോ തവണയും വിപുലമായ അന്വേഷണം നടത്തിയിട്ടാണ് അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞത്. ജർമ്മനിയിലെ ഹാംബൂർഗിലെ ബ്ലാങ്കൻസിയിൽ വെച്ച് 10 വയസ്സുള്ള മലയാളി പെൺകുട്ടിയെ എൽബെ നദിയിൽ നിന്നും കാണാതായി. ഇന്നലെ ഉച്ച കഴിഞ്ഞാണ് സംഭവം ഉണ്ടായത്. കുട്ടി മാതാപിതാക്കളുടെ കൂടെയാണ് എൽബെ ബീച്ചിലെത്തിയത്. പെൺകുട്ടി നദിയിൽ കുളിക്കുവാൻ ഇറങ്ങിയപ്പോൾ അപ്രതീക്ഷിതമായി മുങ്ങുകയായിരുന്നു. സംഭവം ഉടൻ തന്നെ അറിയിച്ചെങ്കിലും വിപുലമായ തിരച്ചിലിനു ശേഷം കുട്ടിയെ കണ്ടെത്താനായില്ല. അഗ്നിശമന സേന, പോലീസ്, DLRG എന്നീ സേനകൾ സംയുക്തമായി നടത്തിയ തെരച്ചിലിൽ അവസാനിപ്പിക്കേണ്ടി വന്നു. എൽബെ നദിയിൽ നീന്തുന്നത് അപകടകരമാണെന്ന് അധികൃതർ നിരവധി തവണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യക്കാർ അന്ന് വിളിച്ചു ക്വിറ്റ് ഇന്ത്യ. ഇന്ന് ബ്രിട്ടീഷുകാർ വിളിക്കുന്നു ക്വിറ്റ് ബ്രിട്ടൻ. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ 1942-ൽ ഇന്ത്യക്കാർ ഉയർത്തിയ മുദ്രാവാക്യമാണ് ക്വിറ്റ് ഇന്ത്യ. ഇന്ത്യക്കാരെ ചൂഷണം ചെയ്യുന്ന ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്നതായിരുന്നു ഈ മുദ്രാവാക്യത്തിന്റെ അർത്ഥം. എന്നിട്ടും 5 വർഷം കഴിഞ്ഞ് 1947-ലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടത്. ഇന്ന് ബ്രിട്ടനിൽ കുടിയേറ്റക്കാരായി അവിടെ എത്തിയ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ബ്രിട്ടനിലെ കൗമാരക്കാർ. അവർ പുറത്തുനിന്നെത്തുന്ന കുടിയേറ്റക്കാർക്കെതിരെ ഒരു സംഘടനയും ഉണ്ടാക്കിയിരിക്കുകയാണ്. പേര് ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ്. ഇതൊരു ഫാസിസ്റ്റ് സംഘടനയാണ്. ബ്രിട്ടനിൽ ബ്രിട്ടീഷുകാർ മതി എന്ന രീതിയിലേക്കുള്ള തീവ്ര നിലപാടാണ് ഈ സംഘടനയ്ക്കുള്ളത്. കഴിഞ്ഞ ദിവസം UK-യിൽ പൊട്ടിപ്പുറപ്പെട്ട വിദേശ കുടിയേറ്റക്കാർക്കെതിരായ അക്രമ സമരത്തിൽ ഈ ടീനേജുകാരായ ബ്രിട്ടീഷുകാർ കുടിയേറ്റക്കാരെ നോക്കി വിളിച്ച മുദ്രാവാക്യം ക്വിറ്റ് ബ്രിട്ടൻ എന്നാണ്. ഇത് കാലത്തിന്റെ വൈപരീത്യം എന്നേ പറയാനാവൂ. കുടിയേറ്റക്കാരായ ഇന്ത്യക്കാർ ഉൾപ്പെടെ ബ്രിട്ടൻ വിട്ടു പോകണമെന്നാണ് ഇവിടുത്തെ ചെറുപ്പക്കാരുടെ ആവശ്യം. ഇനി നാട്ടിലെ വാർത്തകൾ. അരിവാളുമായി തെരുവിൽ. തബുവിന്റെ സഹ അഭിനേത്രി. കൊള്ളക്കാരിൽ നിന്നും നാടിനെ രക്ഷിക്കാനാണെന്ന് താരം. ബംഗ്ലാദേശിൽ ഒരാഴ്ചയോളം നീണ്ടുനിന്ന ആഭ്യന്തര കലാപത്തിൽ നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായത്. തിങ്കളാഴ്ച ബംഗ്ലാദേശ് സിനിമാ താരമായ ഷാൻഡോ ഖാനെയും പിതാവ് സലീം ഖാനെയും പ്രതിഷേധക്കാർ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി. പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് ഷെയ്ഖ് ഹസീന രാജിവെച്ചൊഴിഞ്ഞ് താൽക്കാലിക സർക്കാർ അധികാരത്തിലെത്തിയെങ്കിലും ജനങ്ങളെ കൊള്ളയടിക്കുന്നതും നേരിയ സംഘർഷങ്ങൾ തുടരുന്നുവെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതിൽ നിന്നും രക്ഷ നേടാനായി ജനം സ്വയം ആയുധമെടുത്ത് സംരക്ഷണം തീർക്കുകയാണെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. ഇതിൽ ഒരാളുടെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ബംഗ്ലാദേശിലെ പ്രശസ്ത ചലച്ചിത്ര നടി അസ്മേരി ഹക്ക് ബധോനെയാണ് അരിവാളുമായി വീടിന് പുറത്ത് കാവൽ നിൽക്കുന്നത്. അസ്മേരി തന്റെ സമൂഹമാധ്യമ അക്കൗണ്ടിലൂടെ പുറത്തുവിട്ടതാണ് ചിത്രം. അസ്മേരിയും അയൽവാസിയും അരിവാളും മറ്റുമായി തെരുവിൽ നിൽക്കുന്ന ചിത്രമാണ് ഇത്. കള്ളന്മാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും സമീപവാസികളെയും ബന്ധുക്കളെയും രക്ഷിക്കുവാനായി രാത്രി മുഴുവൻ കാവൽ നിൽക്കുകയാണെന്നാണ് ചിത്രത്തിലൂടെ അവർ പറയുന്നത്.
വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് ആശ്വാസമായി ധനസഹായം. വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് മറ്റൊരു വാസസ്ഥലത്തേക്ക് മാറ്റുന്നതിന് സംസ്ഥാന സർക്കാർ അടിയന്തര സഹായം നൽകും. മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ ദുരിതബാധിതരായ എല്ലാവർക്കുമാണ് സഹായം ലഭിക്കുക. ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബത്തിലെ പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് 300 രൂപ വീതം ദിവസം നൽകും. ഒരു കുടുംബത്തിലെ 2 വ്യക്തികൾക്കാണ് ഈ ആനുകൂല്യം ലഭ്യമാവുക. കിടപ്പ് രോഗികളോ ആശുപത്രികളിൽ ദീർഘനാൾ ചികിത്സയിൽ കഴിയുന്ന രോഗികളോ ഉള്ള കുടുംബങ്ങൾക്ക് ഈ ആനുകൂല്യം കുടുംബങ്ങളിൽ 3 പേർക്ക് എന്ന നിലയിൽ നൽകും. 30 ദിവസത്തേക്കാണ് ഈ തുക നൽകുക. സംസ്ഥാനത്ത് പരിസ്ഥിതി ഓഡിറ്റ് നടത്തിയിട്ടുണ്ടോ എന്ന് ഹൈക്കോടതി. ഓരോ ജില്ലയിലും പഠനം വേണം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കുന്നതിനിടെയാണ് കോടതിയുടെ ചോദ്യം. ഓരോ ജില്ലയിലും പാരിസ്ഥിതിക പഠനം വേണമെന്നും ക്വാറികൾക്കും മറ്റും അനുമതി നൽകേണ്ടത് ഇതിന്റെ അടിസ്ഥാനത്തിലാണെന്നും കോടതി നിർദ്ദേശിച്ചു. ജസ്റ്റിസുമാരായ ജയശങ്കരൻ നമ്പ്യാർ, VM ശ്യാംകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തുടങ്ങിയവരെ കേസിൽ കക്ഷി ചേർത്തു. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ട കോടതി അഡ്വക്കേറ്റ് രഞ്ജിത്ത് തമ്പാനെ അമിക്കസ് ക്യൂറിയായി നിയമിച്ചു. പരിസ്ഥിതി ദുരന്ത നിവാരണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുവാനുള്ള സംവിധാനം വേണം. വിവിധ വകുപ്പുകൾ പലതരത്തിലാണ് നടപടികൾ എടുക്കുന്നത്. വകുപ്പുകൾ തമ്മിൽ ഏകോപനം വേണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഇനി കായിക വാർത്തകൾ. പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങ്. മനു ഭാക്കറിനൊപ്പം ഇന്ത്യൻ പതാക ഏന്തുവാൻ PR ശ്രീജേഷ്. ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ മനു ഭാക്കറിനൊപ്പം ഇന്ത്യൻ പതാക ഏന്തുവാൻ മലയാളി താരം PR ശ്രീജേഷ്. പുരുഷ ഹോക്കിയിൽ ഇന്ത്യക്ക് വെങ്കലം സമ്മാനിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ശ്രീജേഷിനെ പുരുഷ വിഭാഗത്തിൽ നിന്നും പതാക ഏന്തുവാൻ നിയോഗിച്ചതായി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അറിയിച്ചു. വെങ്കല മെഡൽ മത്സരത്തോടെ ശ്രീജേഷ് രാജ്യാന്തര ഹോക്കിയിൽ നിന്നും വിരമിച്ചിരുന്നു. അതേസമയം ഒളിമ്പിക്സിലെ മെഡൽ നേട്ടത്തിന് പിന്നാലെ രാജ്യത്ത് മടങ്ങിയെത്തിയ മനു ഭാക്കർ ഇന്ന് പാരീസിലേക്ക് തിരികെ പോകും. ഒളിമ്പിക് സമാപന ചടങ്ങിൽ ഇന്ത്യൻ വനിതാ ടീമിനെ നയിക്കുന്നത് മനുവാണ്. പാരീസിൽ 2 വെങ്കല മെഡലുകൾ നേടിയ മനു ചെറിയ ഇടവേളയെടുത്ത് കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിലെത്തിയത്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 106.90 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞ്. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൻ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.